സുപ്രീം കോടതിക്ക് അതല്ലാതെ നമ്മളെ ഒരു റിലീഫ് തരാതെ ഇരിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി നിയമത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്ന നിലക്ക് അതിൽ നമുക്ക് പ്രതീക്ഷ അതിനു മുമ്പേ ഉണ്ട്. കേരളത്തിലെ വിധി, ഹൈക്കോടതിയുടെ വിധി സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആക്ടിലും റൂളിലൊന്നും ഇല്ലാത്തൊരു സംഗതി വെറുതെ ഓപ്പണായിട്ട് അങ്ങ് പറയായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഗതി ഷോൺ ജോർജിന്റെ പരാതിയാണ്. ഷോൺ ജോർജിന്റെ പരാതിയിൽ 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ഇൻവാൽവ് ചെയ്യണം, ബോർഡിനെ പിരിച്ചുവിടണം എന്നായിരുന്നു പരാതി. പക്ഷേ വകുപ്പിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 1, 2, 3, 4 ആളുകൾ അംഗങ്ങൾ കുറഞ്ഞാലും ബോർഡിന്റെ ഫംഗ്ഷനെ അത് ബാധിക്കുകയില്ല എന്നും ബോർഡിന്റെ തീരുമാനങ്ങളെ അത് സ്വാധീനിക്കില്ലെന്നും എന്തു വന്നാലും ബോർഡ് പ്രവർത്തന സജ്ജമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടത് സർക്കാരാണ്. ആ സർക്കാർ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ഒരു വൈപരീത്യം, ഒരു വിരോധാഭാസം കൂടി ഇതിൽ കാണുന്നുണ്ടായി. മറ്റൊന്ന്, അത് വേണമെങ്കിൽ അവർക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്താൽ മതിയല്ലോ. അത് അധികാരമുള്ള സർക്കാരല്ലേ, അവരല്ലേ നോമിനേറ്റ് ചെയ്യേണ്ടത്. ബോർഡ് എന്ത് പഴച്ചു? പിന്നെ കോടതിക്ക് അധികാരം ആക്ടിനെ വ്യാഖ്യാനിക്കലാണ്, ആക്ട് അനുസരിച്ച് വിധി പറയലാണ്. ഇത് ആക്ടിന് വിരുദ്ധമാണ് കോടതി പറഞ്ഞത് മുഴുവനും. ഏത് സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് വ്യക്തമായി ഉമ്മീദ് ആക്ടിൽ 2025 വഖഫ് അമെന്റ്മെന്റ് ആക്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള വിധിയാണത്. ആ വിധിയാണ് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥ നിലവിൽ വഖഫ് ബോർഡിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ നിയമത്തെ ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചവിട്ടി മതിക്കുന്നു എന്നത് ജനാധിപത്യത്തിനും നമ്മുടെ നിയമവ്യവസ്ഥയോടുമുള്ള വെല്ലുവിളി ആയതുകൊണ്ടാണ് അതിന് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്. ചെറിയ കൺട്രോൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം സമുദായത്തോട് കടുത്ത വഞ്ചനയാണ് ഈ കാര്യത്തിൽ ചെയ്തത്. ഇത്രയും വലിയ വഞ്ചകരെ ഇനി കാണാനുണ്ടോ? ഇതേ സുപ്രീം കോടതിയിൽ 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നതിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ സമയത്താണ് 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലാത്ത കാരണം കൊണ്ട് ബോർഡ് പിരിച്ചുവിടണമെന്ന BJP നേതാവിന്റെ റിട്ടില് ലീഗ് അടക്കം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നേരിട്ട് കോടതിയിൽ പോയി അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു ദുഃഖകരമായ സംഭവം, അവിടെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്, AGയോട് ചോദിക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് ജനറലോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് BJPയുടെ നേതാവ് ഫയൽ ചെയ്ത 2 നോൺ മുസ്ലിങ്ങളെ അപ്പോയിന്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ബോർഡ് പിരിച്ചുവിടണമെന്ന ആ റിട്ടില് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് ലീഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഗവൺമെന്റ് നേരെ ഹൈക്കോടതിയിൽ പരസ്യമായി നിലപാടെടുക്കുകയാണ്. മറ്റൊരു വിരോധാഭാസം, ഇതേ ഏജ് തന്നെ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഡിസ്മിസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രേഖാമൂലം കൊടുക്കുകയും വെർബലി ഓപ്പൺ കോർട്ടിൽ പോയി എതിര് പറയുകയും ചെയ്യുക എന്നത് ഏജിയുടെ നിലവാരത്തിന് യോജിച്ചതായിരുന്നില്ല, ഗവൺമെന്റിന്റെ നിലവാരത്തിന് യോജിച്ചതായിരുന്നില്ല. അതൊരു തരം സ്ട്രീറ്റിലെ കളികൾ മാത്രമായി ബഹുമാനപ്പെട്ട നിയമവ്യവസ്ഥയെ ഇവർ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഈ വിധി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇതിനെ മാറ്റിക്കൊണ്ടുള്ള വിധി, സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിന്റെ കൂടെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സർക്കാർ ഒത്തുകളിച്ചുകൊണ്ട് ഉള്ളൊരു അട്ടിമറിയാണ് നടത്തിയതെന്നുള്ളതാണ്. അപ്പോൾ ആ വഖഫ് ബോർഡ് ചെയർമാനും ആ നിലപാടിൽ ആ ഇത് തന്നെയാണ്. അത് വഖഫ് ബോർഡ് ചെയർമാനോ പ്രതിപക്ഷ നേതാവോ എന്നല്ല, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. സത്യത്തില് ഒത്തുകളിക്കാണല്ലോ ചെയ്തത്. സാധാരണ ചില സമയങ്ങളിലൊക്കെ സർക്കാർ
വാദിയുമായി ചേർന്ന് കോടതിയിൽ ഒത്തുകളിക്കാറുണ്ട്. അത്ര സമയങ്ങളിലൊക്കെ തലയാട്ടിയിട്ടും മിണ്ടാതിരുന്നിട്ടൊക്കെയാണ് GP-മാരോ മറ്റോ അതിനോട് പതുക്കെ അനുകൂലമായി പ്രതികരിക്കാറുള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ AG അഡ്വക്കേറ്റ് ജനറൽ ഓപ്പൺ കോടതിയിൽ ഡയറക്റ്റായി പറയുകയായിരുന്നു, യെസ് വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് പറയുന്നത്. എന്ത് ജനാധിപത്യവും എന്ത് നിയമവ്യവസ്ഥയും നാട്ടിലുണ്ടാവുക? സർക്കാരാണതിൽ പ്രതി. വാദിയും പ്രതിയും ഒന്നാക്കി കളിക്കുന്ന ഒരു നല്ല നാടകം കളിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ. ആ നാടകമാണ് ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്, ഇതിലൂടെ പുറത്തു വരുന്നത്. ഈ ലീഗിന്റെ സ്റ്റാൻഡിനെയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത്. ലീഗ് അക്കാര്യത്തിൽ അപ്പം സമുദായത്തിന് അനുകൂലമായ ഒരു നിലപാടല്ല ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത്. അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ട, സമുദായത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഇതേ കോടതിയിൽ അവരുടെ പെറ്റീഷൻ ഇപ്പോഴും നിൽക്കുകയാണ്, അവരുടെ പരാതി ഇപ്പോഴും നിൽക്കുകയാണ്, ഹർജി നിലനിൽക്കുന്നുണ്ട്. ആ ഹർജിയിൽ വിധി കിട്ടിയിട്ടില്ല. 2 നോൺ മുസ്ലിങ്ങളെ ചേർക്കുന്നത് തെറ്റാണെന്ന് ബഹുമാനമായ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇക്കാര്യത്തിലെടുത്തൊരു നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിങ്ങളെയോ ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡുകളിൽ നോൺ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളിൽ സെമിനാറുകളിലോ മറ്റോ നോൺ ക്രിസ്ത്യാനികളോ വെച്ച് നാട്ടിലൊരു കലാപമോ പ്രശ്നമോ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് സർക്കാരിന്റെ നിലപാട് എന്ന് വ്യക്തമായി അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതാണ്. അതിനെ കൂടിയാണ് ഇവർ കാറ്റിൽ മറച്ചത്.